ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. അതിൽ പാകിസ്ഥാനിൽ ഏത് തീവ്രവാദ ആക്രമണം നടന്നാലും ആസിം മുനീർ നേരെ ഇന്ത്യയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പം അതുപോലെ ഇപ്പം നടന്ന ആ ഒരു തെഹ്രിക്ക് താലിബാന്റെ ആക്രമണത്തിലും ഇന്ത്യയെ തന്നെയാണ് പോയിന്റ് ഔട്ട് ചെയ്തത്. ഇന്ത്യ അതിന് ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇന്ത്യക്ക് ഇതല്ല പണി. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് വെറുതെ തെളിവുകളില്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ശീലമായി തുടർന്നിരിക്കുകയാണ് ആസിം മുനീർ. അതൊരു സൈഡിലിരിക്കെ അബുദാബിയിൽ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ എക്സിബിഷനിൽ വെച്ചിരുന്ന സമയത്ത് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ എക്സിബിഷനിൽ വെച്ചിരുന്ന സമയത്ത് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും ഒരു എൻക്വയറി, അതായത് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനിന് കൊടുക്കുമോ എന്നുള്ളൊരു എൻക്വയറി. യുവമാര് ശരിക്കും ഭ്രാന്തന്മാരാണോ പൊട്ടന്മാരാണോ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അവരുടെ കൗണ്ടർ പാർട്ടാണ്. ഈ കൗണ്ടർ പാർട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് മിസൈൽ തരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്തത്. ഇത് അബുദാബിയിലെ കഴിഞ്ഞ എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത സമയത്ത് കോർഡിനേറ്റ് ചെയ്തിരുന്ന വ്യക്തി വെളിപ്പെടുത്തിയതാണ് ഈ ഒരു വിഷയം. ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന് എങ്ങനെയുണ്ട്? മിടുക്കന്മാര്. അത് ചൈനയ്ക്ക് കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ അവർ ആ ടെക്നോളജിയും കൂടെ കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള മിസൈലുകൾ. ചൈനയുടെ മിസൈലാണല്ലോ ഇന്ത്യക്കുള്ളിൽ വന്ന് പൊട്ടാതെ വീണ് കിടന്നത്. അതൊക്കെ പാകിസ്ഥാനികൾക്കും ചൈനക്കാർക്കും ഇപ്പോൾ ഓർമ്മയിലുണ്ടാവും. ഇന്ത്യയുടെ പക്കൽ ചൈനയുടെ ഒരു മിസൈലുണ്ട് പൊട്ടാത്തത്. ഇന്ത്യക്കുള്ളിൽ വന്ന് പതിച്ച് പൊട്ടാതെ കിടക്കുന്ന ഒരു മിസൈല് ഇന്ത്യയുടെ പക്കലുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൈന നമുക്ക് റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ മാഗ്നറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇന്ന് അതിനെക്കുറിച്ച് തന്നെയാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്ത വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സപ്ലൈ ചെയിൻ പ്രശ്നം, ആ ഒരു മാർക്കറ്റിൽ സപ്ലൈ ചെയിനിന്റെ പ്രശ്നം നമ്മൾ നേരിടുകയാണ്. കാരണം ചൈന തന്നെയാണ്. 85% ഇലക്ട്രിക് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ റെയർ എർത്ത് എലമെന്റ്സിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള പ്രശ്നം നമ്മൾ ഇപ്പം ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ വേറെ രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഈ മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, നമ്മൾ ഏതൊക്കെ കെമിക്കൽസ്, എന്താണ് കാര്യങ്ങൾ, ഏതൊക്കെ മേഖലയിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം ഇലക്ട്രിക് വാഹനം മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷനിൽ നമ്മൾ സപ്ലൈ ചെയിൻ ഡിസ്റ്റർബ് ആയിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ ഒരു പുതിയ നയം, അതായത് ഈ ഗംഗാജലവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു നയം, ബംഗ്ലാദേശിലേക്ക് ഇനി ഗംഗാജലം കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഫുൾ ആൻഡ് ഫുൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ഈ ഗംഗാജലം ഡൈവേർട്ട് ചെയ്ത് ബംഗ്ലാദേശിലേക്ക് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനി വേറെ ഏത് മാർഗത്തിലൂടെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ തന്നെ എടുക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ബംഗ്ലാദേശിലേക്ക് ഗംഗാജലം കൊടുക്കണ്ട എന്നാണ് ഇപ്പൊ നിലവിലുള്ള തീരുമാനം. പാകിസ്ഥാനിൽ എങ്ങനെയാണോ നമ്മൾ ഇൻഡസ് വാലി റിവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തത്, അതേപോലത്തെ ഒരു തീരുമാനമാണ് നമ്മൾ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സുകൾ വരുന്ന മുറയ്ക്ക് അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഗംഗാജലം ഉപയോഗിച്ച് ഒരു ഡിപ്ലോമാറ്റിക് കെയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതായത് കെയോസ് ഓൾറെഡി ഉണ്ട്, ഇനി നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. യൂനസ് ഭരിക്കുന്ന ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഒരു ഡിപ്ലോമാറ്റിക് കെയോസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗംഗാജലം വെച്ചിട്ട് എങ്ങനെയാണ് ഒന്നുകൂടെ അതിനെ ഒന്ന് കൊഴിപ്പിക്കാം എന്നാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഈ പരാഗ് ജെയിൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റായുടെ തലപ്പത്ത് ചീഫ് പൊസിഷനിൽ പുതുതായിട്ട് നിയമിതനായിരിക്കുന്ന വ്യക്തിയാണ് ഈ പരാഗ് ജെയിൻ. 19 വർഷമായിട്ട് ഈ റോ ഇന്റലിജൻസിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ പുള്ളിയാണ് പുതിയ റോ തലവൻ. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് വിഷയം എന്ന് പറഞ്ഞാൽ UK-ക്കുള്ളിൽ ഇനി വരും ദിവസങ്ങളിൽ തുടരെ തീവ്രവാദ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, UK-യിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ഈ ഫ്രീ പാലസ്തീൻ, അതുപോലെ തന്നെ ഈ ആന്റി സെമിറ്റിസം ഗ്രൂപ്പ് അവിടെ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. അപ്പൊ UK-യിൽ ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിച്ച ചില വാക്യങ്ങൾ ശരിക്കും UK-യുടെ അവസ്ഥ എന്താണെന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ തീവ്രവാദ പ്രസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് UK-യിൽ തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ് ഹൗസ് ഓഫ് കോമൺസിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചുകൂടാ എന്നുള്ള നിലപാടിൽ ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഘാടകർ അവിടെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള പദ്ധതി ഒരുക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് അവര് റോയൽ മിലിറ്ററി ഫോഴ്സിന്റെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന
സ്ഥാപനങ്ങളും കണ്ടെത്തി അതിനെ ആക്രമിക്കാനാണ് ഒരു പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആക്രമണം ഈ ബെൽജിയത്തിൽ നടന്നതുപോലത്തെ ആക്രമണങ്ങളൊക്കെ UK-ക്കുള്ളിൽ നടക്കാനും സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഇന്റലിജൻസ് വിലയിരുത്തൽ. അതുപോലെ ഇനിയുള്ള വിഷയം നമ്മൾ നോക്കുന്നത് വെച്ചാൽ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഞാനൊരു മാപ്പ് കാണിക്കാം. ഈ മാപ്പിൽ പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം റഷ്യ അതിതീവ്രമായ ആക്രമണം, തകൃതിയായിട്ടുള്ള ആക്രമണം, അതായത് ഇതുവരെ നടത്തിയതിൽ വെച്ചിട്ട് 500+ അറ്റാക്സ് അതാണ് പറയപ്പെടുന്നത്. അതായത് ത്രൂ ഔട്ട് പോളണ്ടിന്റെ അടുത്തുള്ള ലീവ് എന്ന് പറയുന്ന സ്ഥലം വരെ ആക്രമിച്ചിട്ടുണ്ട്. ഈ പോളണ്ടിന്റെ അടുത്തുള്ള സ്ഥലം ആക്രമിച്ചത് അവിടെ നാറ്റോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് പോളണ്ടിന്റെ അടുത്തുള്ള സ്ഥലമൊക്കെ അറ്റാക്ക് ചെയ്തത് എന്നാണ് റഷ്യയുടെ സൈഡിലുള്ള വാദം. പക്ഷേ ഇവര് വളരെ ശക്തമായ മീറ്റിംഗ് ഒക്കെ കൂടി 50 ബില്യന്റെ ആയുധം അമേരിക്ക ഉക്രൈന് തരാമെന്നൊക്കെ സമ്മതിച്ച സ്ഥിതിക്ക് റഷ്യ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് നോർത്ത് കൊറിയയിൽ നിന്നും 6000 ട്രെയിൻഡ് സോൾജേഴ്സിനെ കൊണ്ടുവരികയാണ്. ഇതിനു മുമ്പ് ട്രെയിൻഡ് സോൾജേഴ്സിനെ കൊണ്ടുവന്നു, അവരൊക്കെ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ഒരു വിവരമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പൊ 6000 പേര് പുതുതായിട്ട് ഇറക്കാണ്. ഇത് കീവ് എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ സിറ്റി, അതുപോലെ തന്നെ ഒഡീഷ എന്ന് പറയുന്ന സ്ഥലം, ഈ 2 സ്ഥലങ്ങളും ടാർഗറ്റ് ചെയ്ത് രണ്ടിനെയും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 6000 പേരെ കൊണ്ടുവരുന്നത്. ഇവരെ ഫ്രണ്ട് ലൈനിൽ ഇറക്കി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പൊ എന്തായാലും റഷ്യ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങാണ്. ഇതും കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇതിനകത്ത് ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാപ്പിൽ കാണിക്കാം. പോളണ്ടിന്റെ അടുത്ത് ടെർണോഫിൽ, അതേപോലെ തന്നെ ലീവ് എന്ന് പറഞ്ഞ സ്ഥലം, ഈ 2 സ്ഥലം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 സ്ഥലം റഷ്യ ആക്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഈ തൊട്ട് താഴെ മൈക്കോലാവിയ എന്ന് പറഞ്ഞ സ്ഥലം, ഈ മൈക്കോലാവിയ എന്ന് പറഞ്ഞ സ്ഥലം, ഇത് ഒഡീഷയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ മൈക്കോലാവിയ. അതുപോലെ തന്നെ ക്രെംചെക്, ഡെനിപ്രോ, ചെർസ്കെ, ഈ 4 സ്ഥലങ്ങൾ ഈ സൈഡിൽ 4 സ്ഥലങ്ങൾ, പിന്നെ അതിലുപരിയായിട്ട് 2 സ്ഥലങ്ങൾ പോളണ്ടിന്റെ ആ സൈഡിന്റെ ഭാഗത്ത്. ഈ ആരോ മാർക്ക് റഷ്യയിൽ നിന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സ്ഥലം നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എവിടെയാണ് റഷ്യ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നുള്ളത്. വളരെ വ്യക്തമാണ്. 28, 29 ആ രാത്രിയിൽ, 28-ാം തീയതി വൈകുന്നേരം മുതൽ 29-ാം തീയതി നേരം വെളുക്കുന്നത് വരെ, അതാണ് 28, 29 രാത്രി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രാത്രിയിൽ 537 ആക്രമണങ്ങളാണ് നടത്തിയത്. ഇതിൽ 477 ഡ്രോൺ അറ്റാക്ക്, 46 ക്രൂയിസ് മിസൈൽ അറ്റാക്ക്, 11 ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക്. അപ്പൊ ഈ രീതിയിലാണ് റഷ്യ ക്ലാസിഫൈ ചെയ്ത് ആക്രമണങ്ങൾ നടത്തിയത്. ഇതിൽ ഉക്രൈന്റെ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 475 ആക്രമണങ്ങൾ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു, ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എത്രമാത്രം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഉക്രൈൻ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉക്രൈൻ ഉണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ റഷ്യ ഇതിൽ കൂടുതൽ ആക്രമണം ശക്തമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ ഉക്രൈൻ ചോദിച്ച ഈ ഒരു പാട്രിയോട്ടിക് മിസൈൽസ് ഒക്കെ കൊടുത്ത്, ഈ പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ USA അവൈലബിൾ ആക്കി കഴിഞ്ഞാലും, പിന്നെ യൂറോപ്യൻ യൂണിയൻ അതേപോലെ നാറ്റോ രാജ്യങ്ങളൊക്കെ എയർ ഡിഫൻസ് സിസ്റ്റം നല്ല രീതിയിൽ ഉക്രൈന്റെ ഉള്ളിൽ ശക്തമാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിൽ ഉക്രൈനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ റഷ്യയുടെ ഈ ഒരു ആക്രമണം നടന്നതിനെ തുടർന്ന് ലിൻസി ഗ്രഹാം എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ലോ മേക്കറാണ്. ഈ ലിൻസി ഗ്രഹാമിനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ലിൻസി ഗ്രഹാം ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഹൈ താരിഫ് ആർക്കാണ്? റഷ്യക്ക് 500% താരിഫ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോ താരിഫ് എന്ന് കേൾക്കുമ്പോഴേ ചിരിയാണ് വരുന്നത്. കാര്യം വേറൊന്നുമല്ല, 500% താരിഫ്. അതായത് റഷ്യയെ പല രീതിയിൽ ഐസൊലേറ്റ് ചെയ്തിട്ടും റഷ്യ ഇപ്പോഴും നിൽക്കുകയാണ്. അതായത് സ്വിഫ്റ്റിൽ നിന്നും പുറത്താക്കി, ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റാതാക്കി, ലോകമെമ്പാടും കിടന്ന റഷ്യയുടെ അസറ്റുകൾ മൊത്തം ഫ്രീസ് ചെയ്ത്, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും റഷ്യ ഇപ്പോഴും ഇങ്ങനെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകേണ്ട, അവർക്ക് ചെറുതായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പിടിച്ച് ഉക്രൈനെ അങ്ങ് എടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രം അവർ അങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ചെറുതായിട്ട് ഒരു ആക്രമണങ്ങൾ ഇങ്ങനെ നടത്തി, ഇതിൽ കൂടുതൽ വേണ്ട, ജസ്റ്റ് അറ്റാക്ക് ചെയ്ത് നിർത്തുക എന്നുള്ള രീതിയിലാണ് ആ ഒരു യുദ്ധം വളരെ സ്ലോ ആയിട്ട് പുടിന്റെ തനതായ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന യുദ്ധം ഇവര് ഭയങ്കര അഗ്രസീവായിട്ട് കാണുന്നുണ്ട്. ഈ വെസ്റ്റേൺ കൺട്രീസ് ആയിക്കോട്ടെ, നാറ്റോ ആയിക്കോട്ടെ, ഈ ഇത്രയും നാളും നടത്തിയ യുദ്ധത്തിൽ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഉക്രൈന്റെ അത്രയും സ്ഥലങ്ങൾ റഷ്യ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം റഷ്യക്ക് ഒരു 500% താരിഫ് വരുന്നതോടുകൂടി 2 രാജ്യങ്ങളെയാണ് ലിൻസി ഗ്രഹാം ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഒന്ന് ഇന്ത്യ, ഇനി ഒന്ന് ചൈന. ഈ 2 രാജ്യങ്ങളുമാണ് ചൈനയുടെ ഈ ഒരു എക്കോണമി ഈ രീതിയിൽ പുഷ്ടിപ്പെട്ട് നിൽക്കാൻ കാരണമാകുന്നത് എന്നുള്ള ആരോപണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ലിൻസി ഗ്രഹാം. ആരോപണം മാത്രമല്ല, ഇത് യാഥാർത്ഥ്യവും കൂടിയാണ്. ഇന്ത്യയും ചൈനയും തന്നെയാണ് റഷ്യയെ ബാക്കപ്പ് ചെയ്യുന്നത്.
അത് 100% വെസ്റ്റേൺ കൺട്രീസിനും നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഗ്ലോബലി തന്നെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പല വേദികളിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, യൂറോപ്പിനെ കൗണ്ടർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഡൗട്ടായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൺഫേം ആണ്. അപ്പൊ ആ സാഹചര്യത്തിൽ 400% ഒക്കെ ഇന്ത്യക്കും ചൈനയ്ക്കൊക്കെ താരിഫ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് ലിൻസി ഗ്രഹാം ചുമ്മാ വെറുതെ അങ്ങ് പറഞ്ഞു പോവാണ്. കാരണം ചൈനയ്ക്ക് ഓൾറെഡി താരിഫ് ഇട്ടിട്ട് ഏത് അവസ്ഥയിലാണ് ട്രംപ് വന്ന് കാല് പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ ഇടയ്ക്കാണ് വീണ്ടും വന്നിട്ട് താരിഫ് ഇടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ കളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ, തമാശയാണ്. കാരണം താരിഫ് ഇട്ടിട്ട് എന്ത് കാര്യമാണ്? അമേരിക്കയ്ക്കുള്ളിൽ ഇറക്കുന്ന സാധനങ്ങൾക്കല്ലേ താരിഫ്, അല്ലാതെ നിങ്ങൾ താരിഫ് എത്ര വേണമെങ്കിലും ഇട്ടോ, 1000% വേണമെങ്കിലും ഇട്ടോ. ആ സാധനം ഓർഡർ ചെയ്ത് അമേരിക്കയുടെ ഉള്ളിൽ വരുന്നെങ്കിൽ അത് കൊടുത്ത് മേടിക്കേണ്ടത് അമേരിക്കൻ സിറ്റിസൺ ആണ്. ഈ താരിഫ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയും ചൈനയും ആയിക്കോട്ടെ, ഏത് രാജ്യത്തെയും ഒരു രാജ്യത്തെയും താരിഫ് ഇട്ടുകൊണ്ട് അവരെ അങ്ങ് വരുത്തിക്കളയാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അമേരിക്കയിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളാണ് പുറത്തുനിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്നത്. ആവശ്യം പോലെ അമേരിക്കയുടെ ഉള്ളിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഇന്ത്യയിൽ നിന്ന് ഈ സാധനം ഇറക്കുമതി ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയുടെ ഉള്ളിൽ ഡിമാൻഡ് വർദ്ധിക്കുന്ന സാധനങ്ങളാണ് അവിടെ നിന്ന് ആൾക്കാർ ഓർഡർ ചെയ്യുന്നതും ഇവിടെ നിന്ന് നമ്മൾ കയറ്റി അയക്കുന്നതും. അതിന് നിങ്ങൾ താരിഫ് 500, 1000, 10,000 ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. ലിൻസി ഗ്രഹാം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും വേറൊരു സൈഡിൽ നോക്കൂ. വേറൊരു സൈഡിൽ പാർക്ക് 2 എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ പ്രോജക്ടിന്റെ പദ്ധതിയാണ്. ഇത് ഹംഗറി എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പൊ ഹംഗറിയുമായിട്ട് ചേർന്ന് റഷ്യ പാർക്ക് 2 എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയും നോ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒരു സൈഡിലൂടെ റഷ്യയെ കൗണ്ടർ ചെയ്യുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഇന്ത്യയൊക്കെ ഡിപ്ലോമാറ്റിക്കലി എന്തോ അവർ നമ്മളെ എക്സ്ക്യൂസ് ചെയ്യുന്ന പോലെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുറത്തിറക്കുക. മറ്റൊരു സൈഡിൽ റഷ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡബിൾ സ്റ്റാൻഡേർഡ്. നമ്മൾ പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെ ഇപ്പൊ റഷ്യ ഉക്രൈന്റെ ഉള്ളിൽ ഈ പ്രോജക്ട് നടപ്പിലാക്കാൻ പോവാണ്. അത് സൈൻ ചെയ്ത് ഓൾറെഡി കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. റഷ്യയുടെ പുടിനും അതുപോലെ തന്നെ ഹംഗറിയുടെ റെപ്രസെന്റേറ്റീവും തമ്മിൽ ഓൾറെഡി തന്നെ ഇന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിരിക്കുകയാണ്. എഗ്രിമെന്റ് ഒക്കെ സൈൻഡ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബാങ്കിന് സാങ്ഷൻസ് നീക്കി കൊടുത്തിട്ടുണ്ട്. ഏത് ബാങ്കിന്? ഗാസ്പ്രോം ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. ഈ ബാങ്കിന് സാങ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ അതിന്റെ സാങ്ഷൻസ് മാറ്റിയിട്ട് ഗാസ്പ്രോം ബാങ്കിന്റെ സാങ്ഷൻസ് മാറ്റിയിട്ട് ഈ ഗാസ്പ്രോം ബാങ്കിന് ഈ ഒരു ന്യൂക്ലിയർ പ്രോജക്റ്റിനെ ഫൈനാൻസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പെർമിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഒരു സൈഡിൽ റഷ്യക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. മറ്റൊരു സൈഡിൽ നമ്മളൊരു ഹ്യൂജ് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. നമുക്ക് ഓയിൽ എവിടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു നമ്മളത് മേടിക്കും. അത് റഷ്യ എങ്കിൽ റഷ്യ, ഇറാൻ എങ്കിൽ ഇറാൻ, വെനിസുല എങ്കിൽ വെനിസുല, സൗദി അറേബ്യ എങ്കിൽ സൗദി അറേബ്യ. എവിടെയാണ് നെഗോഷിയേറ്റ് ചെയ്ത് ബെറ്റർ പ്രൈസിന് നമുക്ക് മേടിക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ മേടിക്കും. കാരണം നമ്മൾ മാസീവായിട്ട് ഓയിൽ നീഡുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ രീതിയിലുള്ള 400%, 500% താരിഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നിങ്ങൾ പോവേ ഞങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. അതേ നമ്മൾ ചെയ്യുള്ളൂ. അത് ചെയ്താലേ നമ്മുടെ രാജ്യത്തിന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരുടെ 400%, 500% ഒക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. റഷ്യ, അമേരിക്ക, ഇന്ത്യ, ചൈന ഇതുമായിട്ടൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന ജിയോ പൊളിറ്റിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.